വന്നോട്ടെ. അപ്പൊ ഇപ്പൊ ഉള്ള ആൾക്കാർ മുഴുവനും ഞാൻ വീണ്ടും ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോ നമുക്ക് ആദ്യമായിട്ട് ഈ ബയോട്ടോറിയം എന്ന ഈ കൺസെപ്റ്റ് നമ്മുടെ കയ്യിൽ എത്തിച്ച ജഗദീശ്വരന് ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ജനാർദ്ദൻ എന്നാണ്. കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ ബ്ലാത്തൂരാണ് എന്റെ സ്വദേശം. അപ്പോ ഈ ബയോട്ടോറിയമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞു. മനോഹരമായിട്ട് ആഗ്രഹിച്ച പോലെ നമ്മൾ ഓരോരുത്തരും ഈ കൺസെപ്റ്റിൽ വരുന്ന സമയത്ത് വളരെ പ്രതീക്ഷയോടെ വന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. അപ്പൊ പിന്നീട് നമ്മൾ ഇതിനെ എന്തുകൊണ്ട് നമുക്ക് വിജയിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ചിലപ്പോൾ പരിശോധിക്കും. അപ്പൊ ഞാൻ എന്നെ കുറിച്ച് ചില കാര്യങ്ങൾ പരിശോധിച്ച സമയത്ത് എനിക്ക് തോന്നിയത്, നമുക്കിപ്പോ ഇതിപ്പോ 70 ആള്, നമ്മളിപ്പോ 70 മേലെ ആൾക്കാർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അപ്പൊ കയറുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാൻ നമുക്ക് പറ്റൂല. നമുക്കൊരു പേടിയാണ്. എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണത്. അപ്പൊ എന്തുകൊണ്ടാണ് പേടി വരുന്നത്? അപ്പൊ സംസാരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മള് ഇതിലിപ്പോ നമ്മൾ കയറിയ ആൾക്കാർ ഒരുപാട് അറിവുള്ള ആളുകളുണ്ട്, പിന്നെ അറിവില്ല എന്ന് സ്വയം ധരിക്കുന്ന ആളുകളുണ്ട്, എനിക്ക് പറ്റൂല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ട്. നമ്മളെ ചിന്തകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ. അപ്പൊ നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പേടി എന്ന് പറയുന്നത്. അപ്പൊ അത് പേടി മാറാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കുക തന്നെ ചെയ്യണം. അതിന് പഠിക്കാൻ നമ്മൾ ആരെയാണോ നമ്മൾ സമീപിക്കേണ്ടത് അവരെ നമ്മൾ സമീപിക്കണം. അപ്പോ ശരിക്കും പറഞ്ഞാല് മനോജ് സാറൊക്കെ ഈ കൺസെപ്റ്റിൽ വന്ന സമയത്ത് അദ്ദേഹത്തിനും ഉണ്ടാവും, പേടി ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് ജീവിക്കാൻ വേറെ മാർഗങ്ങളില്ല. നമുക്കിപ്പോ ജീവിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. നമുക്കൊരു വരുമാനം വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് പേടി കൂടുന്നത്. കാരണം നമുക്ക് എന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ജീവിച്ചു പോകേണ്ട സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നില്ല? ജീവിച്ച് മുന്നോട്ട് പോകാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്? എന്തിനും തയ്യാറായി മുന്നോട്ട് പോവാണ്. അപ്പൊ അതുപോലെ നമ്മൾക്കൊരു വഴി അടയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഒരു വഴി തുറക്കും, അതിലേക്ക് നമ്മൾ തുറപ്പിക്കും. നമുക്കൊരു സാധനം വേണം, കടയിലേക്ക് നമ്മൾ വൈകുന്നേരം 8 മണിക്ക് കട കൂട്ടാൻ സമയത്ത് നമുക്ക് പോവാണ്. അപ്പൊ അദ്ദേഹം ലാസ്റ്റ്, പണ്ടൊക്കെ ആണെങ്കിൽ നേരാന്ന് പറയും നമ്മള്, എന്താ പറയാ, വാതില് പോലെ നമ്മൾ ചെറിയ റിവ്യൂസ്. അപ്പൊ അത് ഇട്ട് കഴിഞ്ഞാലും അദ്ദേഹത്തിനോട് നമ്മൾ എന്ത് ചെയ്യും? കരഞ്ഞു പറഞ്ഞിട്ടെങ്കിലും ആ സാധനം എടുപ്പിക്കും. കാരണം എന്താ? നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ്, നമുക്ക് വേണം എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഉണ്ടാക്കിയെടുക്കും. അപ്പൊ അതിന് നമ്മൾ തയ്യാറാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? വിജയിക്കാതെ പോകുന്നത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എന്താണ് നമുക്ക് കിട്ടാൻ ഉള്ളത് അത് നമ്മൾ തികഞ്ഞു പിടിച്ച് വാങ്ങിയെടുക്കുക. എന്താണ് നമുക്ക് കുറവുള്ളത് അത് നമ്മൾ കൂട്ടിക്കൊണ്ടുവരിക. ഇത് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വിജയിക്കുന്നത്, നമ്മൾ അറിയാതെ വിജയിക്കുന്നത് കാണാം. ഇതാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്. അപ്പോ ഞാന് ഒരു കാരണവശാലും ഇതിലുള്ള ഒരാളാക്കാട്ടിയും കൂടുതലല്ല എനിക്ക് തോന്നുന്നു ഏറ്റവും ഈ ഇരിക്കുന്ന ആളിൽ ഏറ്റവും കുറഞ്ഞ എല്ലാ കഴിവുകളും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് തോന്നുന്നത് എല്ലാരെക്കാട്ടിയും കഴിവുകൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എല്ലാരെക്കാട്ടിയും കഴിവുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഓരോരുത്തരും വിചാരിച്ചാൽ സാധിക്കും എന്നുള്ളത് ഈ ചിന്തകളാണ് ഇപ്പൊ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചാല്, ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, എനിക്കിപ്പോ ഒരു മെന്റർ ഉണ്ട്. ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മള് ഒരാള് സക്സസ് ആയി വരണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മെന്റർ വേണം. അത് ഒന്നിക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവാം, അല്ലെ നമ്മളെ തൊട്ട അയൽവക്കത്തെ വീട്ടിലുണ്ടാവും, അല്ലെ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. തീർച്ചയായിട്ടും നമ്മൾ സ്കൂളിൽ പഠിച്ചാലും കിട്ടൂല നമുക്ക് ഈ അറിവുകൾ, എവിടെ പോയാലും നമുക്ക് അറിവ് കിട്ടൂല. പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഒരു വ്യക്തി, മഹത് വ്യക്തി, അദ്ദേഹത്തിന് നമുക്ക് ഒരാളെ താരതമ്യപ്പെടുത്താൻ പറ്റാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ, പേപ്പർ എല്ലാ വീടുകളിലും കൊണ്ടിട്ടിട്ട് ജീവിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിനെ പറ്റി ചെറിയ തോതിൽ മനസ്സിലാക്കിയപ്പോ, അപ്പോ അദ്ദേഹം ശരിക്കും പറഞ്ഞാല് വളരെ ദരിദ്രനായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടുന്ന് അദ്ദേഹത്തിനുണ്ടായ ചിന്തകളാണ് അദ്ദേഹം നമ്മുടെ ഏറ്റവും വലിയ തലപ്പത്തെത്തിയ മഹൽ വ്യക്തി. കാരണം ഇന്ത്യന്റെ പ്രഥമ പൗരൻ. അയാളെ ചിന്തയായിരുന്നു അവിടെ എത്താനുള്ള കാരണം. അയാൾക്ക് വിജയിക്കണം എന്നുള്ള അതിയായ ആഗ്രഹവും. എനിക്ക് ശരിക്കും പൈലറ്റ് ആവണമെന്നാണ് അദ്ദേഹം തീരുമാനിച്ചത്. അപ്പൊ അദ്ദേഹം ഒരു മെന്ററെ സമീപിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, നീ പൈലറ്റ് ആവില്ല എന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത്.
അപ്പൊ അദ്ദേഹത്തിന് ആകെ ഒരു ശരിക്കും പറഞ്ഞ വളരെ ഇതായി പോയി. ഞാൻ പൈലറ്റ് ആകാൻ വേണ്ടി ആഗ്രഹിച്ച ആളോട് പൈലറ്റ് ആവില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിന്തിച്ചു, ഞാൻ പിന്നെ എന്താവും, എനിക്ക് ആവാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ വന്നു. അദ്ദേഹം പറഞ്ഞു, അതിന്റെ തലപ്പത്ത് നീ എത്തുന്നു പറഞ്ഞു. അതിന്റെ എന്താണോ അദ്ദേഹം ആഗ്രഹിച്ച് അതിന്റെ ഏറ്റവും വലിയ തലപ്പത്ത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, ഇന്ത്യൻ പ്രസിഡന്റ് ആയ സമയത്ത് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന കമാൻഡറോട് അദ്ദേഹം നിർദ്ദേശിച്ചു, എനിക്കൊന്ന് വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞ എന്ത് ചെയ്തു, ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോ അദ്ദേഹം ഉദ്ദേശിച്ചതും കഴിഞ്ഞു, അതിന്റെ മുകളിൽ എത്തിയുന്നില്ല. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാല് എന്ത് ആഗ്രഹിച്ചാലും നമുക്ക് നടത്താൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് മാത്രം മതി നമുക്ക്. അത് എല്ലാ ദിവസവും രാവിലെ തൊട്ട് ഉറങ്ങുന്ന സമയം വരെ ഉറക്കത്തും കൂടി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആകാൻ പറ്റുന്നുള്ളൊരു ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഈ കൺസെപ്റ്റ് ഇവിടെ ഈ സംസാരിക്കാൻ വരുന്ന വ്യക്തിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അതും കൂടി ഞാൻ പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല, 2 വാക്ക് അദ്ദേഹത്തിനെ പറ്റി. അപ്പോ ഇവിടെ ട്രഡീഷണൽ മാർക്കറ്റും മൾട്ടി ലെവൽ മാർക്കറ്റും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റും ട്രഡീഷണൽ മാർക്കറ്റും എന്നുള്ളത്. അപ്പോ വളരെ മനോഹരമായിട്ട് ട്രഡീഷണൽ മാർക്കറ്റിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള എന്താ പറയാ, എല്ലാ ടീം നോക്കാതെ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ ഉടമയാണ് നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ മുഹമ്മദ് അലി തലശ്ശേരി എന്നറിയപ്പെടുന്ന ഒരാള്. അദ്ദേഹത്തിന് ഈ സ്ക്രീനിലേക്ക് ഞാൻ കാരണം അദ്ദേഹം എത്ര പറഞ്ഞാലും അദ്ദേഹത്തിന് മതിയാവില്ല, നമ്മുടെ സമയം ആയതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കുന്നത്. കാരണം ആര് വിളിച്ചാലും അതിന് നല്ല രീതിയിൽ, അതിനെ വേണ്ടുന്ന രീതിയിൽ, അയാൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മഹൽ വ്യക്തിയാണ് നമ്മുടെ മമ്മാലി സാറ്. അദ്ദേഹത്തിനെ ഞാൻ വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഞാൻ ഈ സ്ക്രീനിലേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം മമ്മാലി സാർ. ഗുഡ് മോർണിംഗ് ഓൾ. നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിനവും ആശംസിക്കട്ടെ. ആദ്യമായി എല്ലാവരും നല്ലൊരു പ്രതീക്ഷയിലിരിക്കുന്ന ഒരു ദിവസവും കൂടിയാണല്ലേ? കേൾക്കുന്നുണ്ടല്ലേ ഞാൻ പറയുന്നത്? കാരണം അല്പസമയം കഴിഞ്ഞാൽ ഓരോരുത്തരുടെ റിസൾട്ടുകൾ വരുന്ന ഒരു സമയമായി മാറുകയാണ്. എന്നാൽ നമ്മളുടെ റിസൾട്ട് വരേണ്ട ഒരു സമയമുണ്ട് അല്ലേ? അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഈ 6 മണിന്റെ സൂമിൽ അറ്റൻഡ് ചെയ്യുന്നതും നമ്മൾ പരിശ്രമിക്കുന്നതും നമ്മൾ അധ്വാനിക്കുന്നതും ഒക്കെ. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും. പരിശ്രമിക്കുന്നവർക്ക് എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. എന്റെ പേര് മുഹമ്മദ് അലി. നമ്മളെ ജനാർദ്ദൻ സാറ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. സ്ഥലം തലശ്ശേരി നെട്ടൂർ എന്ന് പറയും. തലശ്ശേരിയിൽ ഒരു നെട്ടൂർ ഉണ്ട്, എറണാകുളത്ത് ഒരു നെട്ടൂർ ഉണ്ട് അല്ലെ? അതേപോലെ നെട്ടൂർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ CM-ന്റെ നാട്ടിന്റെ അടുത്ത് തന്നെയാണ്, പിണറായിക്ക് അടുത്താണ് എന്റെ വീട് വരുന്നത്. ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും കല്യാണം കഴിച്ചതും എല്ലാം എന്റെ ഈ പ്രദേശത്ത് തന്നെയാണ്. പഠനം നടത്തിയത് തലശ്ശേരിയിലാണ്. ഇന്ന് ബിസിനസ് ട്രഡീഷണൽ ആയാലും MLM ആയാലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് തലശ്ശേരി ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ഓൾറെഡി ഞാൻ 10-30 വർഷത്തിന്റെ മേലെയായിട്ട് തലശ്ശേരിയിൽ ഒരേ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈൽ ആക്സസറീസിന്റെ മേഖലയാണ്. അതിൽ ഹോൾസെയിൽ ഡിവിഷനും ഉണ്ട്, അതോടൊപ്പം റീറ്റെയിൽ ഡിവിഷനും ഉണ്ട്. അതോടൊപ്പം ഇമ്പോർട്ടറും കൂടിയാണ്, ഇമ്പോർട്ടിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത ആളാണ്. അതുകൂടാതെ എനിക്ക് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് ചെറിയൊരു ബിസിനസ് അവിടെയുണ്ട്. എന്നാൽ ഇതിന്റെ എല്ലാം ഇടയിൽ എന്തിനാണ് ഈ MLM എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. അതാണ് ഇവിടെ പ്രസക്തി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലേക്ക് ഞാൻ കടന്നു വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കാം, എന്തുകൊണ്ടാണെന്ന്. ഞാൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആളായിരുന്നില്ല. ഒരുപാട് ഡിസോർഡർ കൊണ്ട് എനിക്ക് ഡിസീസിലേക്ക് കടന്നു ചെന്ന ഒരു അവസരമാണ് ഉണ്ടായിരുന്നത്. ഡിസോർഡർ എന്താണെന്ന് ഇപ്പോ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട. നമുക്ക് വളരെ വ്യക്തമായിട്ട് ഡോക്ടർ സാഗർ ജോഷി, ഗ്രേറ്റ് നമ്മളുടെ CMD, അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്ന വീഡിയോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളുടെ ജനാർദ്ദൻ സാർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ
ബ്ലഡ് സർക്കുലേഷൻ ഡിസോർഡർ ആകുമ്പോൾ ഉണ്ടാവുന്ന ഡിസീസുകൾ മൾട്ടിപ്പിൾ ആണ്. അതിന്റെ ഒരു തുടക്കം എന്ന രീതിയിൽ എനിക്ക് ബോഡി പെയിൻ എന്ന് പറഞ്ഞാല് കാലുവേദന, മുട്ടുവേദന, അതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥതകള്, യൂറിക് ആസിഡ് ഹൈ ആകല്, അതിനു വേണ്ടിയിട്ട് നിരന്തരം മെഡിസിൻ എടുക്കല്, അതുപോലെ BP ഹൈ ആകല്, ഇതിനു വേണ്ടി മെഡിസിൻ എടുക്കല്, ഇങ്ങനെയുള്ള പല ഡിസീസുകളിലേക്കും വഴുതി വീഴുന്നത് പോലെ അങ്ങോട്ടേക്ക് കിടക്കുമ്പോഴാണ് പടച്ചവന്റെ വലിയൊരു അനുഗ്രഹം എന്ന് തന്നെ പറയാം. എന്റെ ഒരു കസ്റ്റമറായ കോഴിക്കോട് മുക്കത്തുള്ള ഷിയാബ് എന്ന് പറയുന്ന ആളാണ് എന്നെ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരുന്നത്. 2022 ഫെബ്രുവരിയിലാണ് അദ്ദേഹം ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്ക് അറിവ് തന്നത്. പക്ഷെ അദ്ദേഹത്തിനും കൂടുതലൊന്നും പറയാനൊന്നും കഴിയുന്നില്ല, കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്തു തരാനൊന്നും പറ്റിയില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എനിക്കിതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേരുടെ നമ്പർ തരാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നമ്മളുടെ കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ഗ്രേറ്റ് ലീഡർ ഷാജി സാറിന്റെയും അതോടൊപ്പം മനോജ് സാറിന്റെയും ആണ് നമ്പർ തന്നത്. ഇതിൽ ഞാൻ രണ്ടുപേരെയും വിളിച്ചു. കുറച്ചും കൂടി ക്ലാരിഫൈ ആയിട്ട് എനിക്ക് വിവരങ്ങൾ തന്നത് നമ്മളുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറാണ് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നത്. മനോജ് സാറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ മനോജ് സാറിന്റെ ആ വാക്കുകളിൽ എനിക്ക് വളരെയധികം വിശ്വാസ്യത ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ടെസ്റ്റ്മെനിയോ അല്ലെങ്കിൽ ഇവിടെ ഒരു മീറ്റിങ്ങുകളോ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറോ ഒരു സ്റ്റോക്കിസ്റ്റോ ഒന്നുമില്ലാത്ത സമയത്ത് ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. മനോജ് സാറിന്റെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഞാൻ പ്രോഡക്റ്റ് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് എന്റെ കയ്യിലേക്ക് കിട്ടി, അല്ലേ? ഇന്ന് പ്രോഡക്റ്റും കൊണ്ട് ആൾക്കാർ അങ്ങോട്ട് പോകുന്ന ഒരു കാലമായി മാറി. അന്ന് എനിക്ക് 10 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രോഡക്റ്റ് കയ്യിലേക്ക് കിട്ടുന്നത്. അങ്ങനെ വീട്ടിൽ പ്രോഡക്റ്റ് വന്നു, അത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അതിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, കാരണം മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് അതിനു മുമ്പേ തന്നെ എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ തെറാപ്പി ഉണ്ടെന്ന്. പിന്നെ അത് കൂടാതെ കണ്ട് എന്റെ വീട്ടിൽ തന്നെ എന്റെ പെങ്ങളെ മകൻ ഡോക്ടറാണ്, MD ആണ്. അവരോട് ഞാൻ അന്വേഷിച്ചു ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം. അപ്പൊ നിയോഡൈമിയം എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു, ഇത് വേൾഡിൽ പല രാജ്യങ്ങളിലും പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ എന്ന്. അങ്ങനെ അവരുടെ ഒരു അപ്രൂവലും കൂടി കിട്ടിയപ്പോ എനിക്ക് പിന്നെ വേറെ ഒന്നും സംശയിക്കാനുള്ള ഇടയില്ലായിരുന്നു. ഇന്ന് പലരും നമ്മളുടെ ഇടയിൽ തന്നെ സംശയിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നവരാണ്, അല്ലേ? ഇന്ന് എന്ന് പറഞ്ഞാൽ ഇതിനെ കൊണ്ട് എന്തെങ്കിലും കിട്ടൂലേ എന്നുള്ള ഒരു പിന്നെ എന്താ പറയണ്ടേ, ഒരു പാലത്തുമലയെ കൂടി കിടക്കുന്നവരോ പിന്നെ ഉപയോഗിക്കൂലെന്നുള്ള തോന്നല് പോലെ ആണ് നമ്മുടെ ഇടയിൽ തന്നെ ഉപയോഗിക്കുന്നത്. നമുക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല പ്രോഡക്റ്റിനെ കുറിച്ച്. പിന്നെ എങ്ങനെയാ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒരു കോൺഫിഡന്റോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ? ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്നത് മോർ പവർ കഴിച്ചുകൊണ്ടാണ്. എന്റെ വൈഫ് 8 മാസത്തിന് മുകളിലായി അൾട്രാബെറി സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഗുണങ്ങൾ അവർക്കുണ്ട്, കാരണം അവർക്ക് HB കുറയാറുണ്ടായിരുന്നു. ഇപ്പൊ അൽഹംദുലില്ലാ, വീണ്ടും അൽഹംദുലില്ലാ, ഇപ്പൊ അവരുടെ HB സാച്ചുറേറ്റ് ചെയ്യപ്പെട്ടു. 13ന്റെ മേലെ അവർക്ക് HB എത്തി, അല്ലെങ്കിൽ 8, 9 ബിലോ 10 ആയിരുന്നു അവരുടെ HB. എനിക്ക് കിട്ടിയ ഗുണങ്ങൾ എന്ന് പറഞ്ഞാല് എന്റെ മുട്ടുവേദന മാറി, എന്റെ കാൽപാദങ്ങളിലുള്ള വേദനകൾ മാറി, എന്റെ കണ്ണ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന പുകച്ചലുകൾ മാറി. ഇതൊക്കെ അങ്ങനെ എണ്ണിയാ തീരാത്ത ഒരുപാട് റിസൾട്ടുകൾ എനിക്ക് കിട്ടി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നഖം എന്താ പറയാ, കുഴിനകം എന്ന് പറയും, എന്റെ ഇവിടെ ഭാഷയിൽ കുഴിനകം എന്ന് പറയും, അതൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ നിസ്കരിക്കാൻ ഒരു പ്രയാസവും ഇല്ല, കാരണം സാധാരണ രീതിയിൽ കസേരയൊക്കെ ഒഴിവാക്കി നിസ്കരിക്കാൻ പറ്റുന്ന. ഇതൊക്കെ ഞാൻ കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എന്റെ റിസൾട്ടുകളും കൂടി നിങ്ങൾക്ക് അറിയിക്കണം എന്നുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ റിസൾട്ട് കിട്ടിയ സമയത്ത് 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് മാത്രം ഉപയോഗിച്ചാൽ പോരല്ലോ, എന്റെ വീട്ടുകാർ ഉപയോഗിക്കണം, എന്റെ കുടുംബക്കാർ ഉപയോഗിക്കണം, എന്റെ സ്വന്തക്കാർ ഉപയോഗിക്കണം, അതോടൊപ്പം എന്റെ അയൽവാസികൾ ഉപയോഗിക്കണം, എന്റെ നാട്ടുകാർ ഉപയോഗിക്കണം, ലോകം മുഴുവൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു ആശയം എന്നിലേക്ക് ഉദിക്കുകയും
ഷിഹാബിന്റെ സപ്പോർട്ടോടുകൂടി, അതോടൊപ്പം നമ്മളുടെ ഗ്രേറ്റ് ലീഡർ ഷാജി സാറിന്റെ സപ്പോർട്ടോടുകൂടി, അതിനേക്കാൾ ഉപരിയായിട്ട് ഏത് സമയത്തും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗ്രേറ്റ് ലീഡർ മനോജ് സാറിന്റെ സപ്പോർട്ടോടുകൂടി ഈ രംഗത്തേക്ക് കടന്നു വരികയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ മനോജ് സാറും ഷാജി സാറും എന്റെ ഓഫീസിലേക്ക് വന്നു. അവരെനിക്ക് ഇതിന്റെ ബിസിനസ് പ്ലാൻ ഒക്കെ പറഞ്ഞു തന്നു. അപ്പൊ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ എനിക്ക് എന്റെ കയ്യിലേക്ക് വന്നപ്പോ ഞാൻ മനസ്സിലാക്കി, ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. മുഹമ്മദ് അലി, നിനക്ക് ഈ ട്രഡീഷണൽ ബിസിനസ് കൊണ്ട് മാത്രം ലോങ് ടൈം ഒരു സ്റ്റെബിലിറ്റി കിട്ടില്ല. അതുകൊണ്ട് MLM-ലേക്ക് കടക്കൂ എന്ന് ആര് മനസ്സിലാക്കി തന്നു? ദൈവം തമ്പുരാൻ എന്റെ ബ്രെയിനിലേക്ക് മനസ്സിലാക്കി തന്നു. അത് ഹൃദയത്തിലേക്ക് കയറ്റി. അങ്ങനെ അന്നാണ് ഞാൻ ഐഡിയ അടിക്കാൻ തയ്യാറായതും. ആ പ്ലാന് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇതൊരു എന്റെ ഒരു സംരംഭത്തിന്റെ ഒരു ഭാഗമായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറായത്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ട്രഡീഷണൽ ബിസിനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ഇൻവോൾവ്മെന്റ് അവിടെ എപ്പോഴും ഉണ്ടാകണം. നമ്മളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുമ്പോൾ മാത്രമേ അതിന് എപ്പോഴും നമുക്കൊരു വരുമാനം കിട്ടുമെങ്കിൽ തന്നെ നമുക്ക് നമ്മളുടെ എല്ലാ ദിവസവും ദൈനംദിനം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ഇവിടെ MLM എന്ന് പറയുന്ന സിസ്റ്റം എന്താണെന്ന് ഒരു പരിധിവരെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മളുടെ ത്യാഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മളുടെ ടീമാണ്. ടീമിന് വേണ്ടിയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സപ്പോർട്ട് കൊടുക്കുന്നതും. നമ്മളുടെ ഇൻകം സൈഡ് വരുന്നത് നമ്മളുടെ ടീമിൽ കൂടിയാണ്. അവിടെ ട്രഡീഷണൽ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ സ്റ്റോക്ക്, കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ സ്റ്റോക്ക് വെച്ചിട്ടാണ് ലക്ഷത്തിന്റെ 2 ലക്ഷത്തിന്റെ 4 ലക്ഷത്തിന്റെ ബിസിനസ് ചെയ്യുന്നത്, അല്ലെ? ഇവിടെ ഒരു സ്റ്റോക്കും ഇല്ലാതെയാണ് ലക്ഷങ്ങളുടെ ബിസിനസ് ചെയ്യുന്നത്. കറക്റ്റ്. അതേ സ്ഥാനത്ത് അവിടെ ഡെസ്റ്റോക്ക് സംഭവിക്കുന്നു, ഇവിടെ ഒരു ഡെസ്റ്റോക്കും ഇല്ല. അവിടെ എക്സ്പയർ ഡേറ്റ് സംഭവിക്കുന്നു, ഇവിടെ ഒരു എക്സ്പയർ ഡേറ്റും ഇല്ല. അവിടെ സാലറി കൊടുക്കേണ്ടി വരുന്നു, ഇവിടെ ഒരു സാലറിയും ഇല്ല. അവിടെ നമ്മൾ GST, അക്കൗണ്ടിങ് കാര്യങ്ങള്, CAന്റെ അടുത്ത് പോക്ക്, വരവ്, നമ്മളുടെ ഇയർലി നമ്മളുടെ ലൈസൻസ് പുതുക്കല്, ഒരുപാട് കാര്യങ്ങൾ അവിടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഇതൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. ഇതെല്ലാം നമുക്ക് വേണ്ടി ആര് ചെയ്യുന്നുണ്ട്? നമ്മളുടെ നമ്മൾക്ക് ഈ പ്രോഡക്റ്റ് നമ്മളുടെ കയ്യിൽ എത്തിച്ചു തന്നിരിക്കുന്നത് ഈ ബയോട്ടറിയം എന്ന് പറയുന്ന ഈ കമ്പനിയുടെ MD ആയ ഡോക്ടർ സാഗർ ജോഷി സാർ, അദ്ദേഹം സ്റ്റാഫിനെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾക്ക് വേണ്ടി നമ്മളുടെ അക്കൗണ്ടിങ് കാര്യങ്ങൾ, എല്ലാ കാര്യവും A to Z അദ്ദേഹം ചെയ്തുകൊള്ളു. നമ്മളിവിടെ എന്താ ചെയ്യേണ്ടുള്ളൂ? നമ്മളിവിടെ ആകെ ചെയ്യേണ്ടത് നമ്മളുടെ ബിസിനസ് വളർത്താനുള്ള പണിയെ നമ്മൾ എടുക്കേണ്ടതില്ല. നമ്മൾക്ക് എത്രത്തോളം വരുമാനം ഇതിൽ കൂടി നേടണം, എത്രത്തോളം ആളുകളിലേക്ക് അസോസിയേറ്റ് ചെയ്യിക്കണം, എത്രത്തോളം നമുക്ക് വൈഡാക്കണം ഓൾ ഓവർ ഇന്ത്യ. ഇനി ഇന്ത്യക്ക് പുറത്തേക്ക് ഈ കമ്പനി പോകുമ്പോൾ വേൾഡ് വൈഡായിട്ട് ഈ ബിസിനസിനെ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ചെലവ് വരുന്നത് എത്രയാണ്? ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മളുടെ ഐഡിയ അടിച്ചിട്ട് പർച്ചേസ് ചെയ്യും, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്. അതോടൊപ്പം നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയവും യാത്രയും കാര്യങ്ങളും ഒക്കെയാണ്. യാത്ര ചെയ്യാതെ കണ്ട് ഒന്നും നേടാൻ കഴിയില്ല. ഒരാൾക്കും ഒരു വിജയത്തിലേക്കും എത്താൻ സാധിക്കില്ല. കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും ഇന്ന് റിച്ച് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അവര് എങ്ങനെയാണ് റിച്ച് ആയത് എന്നുള്ളത് നേരത്തെ ജനാർദ്ദൻ സാറ് പറഞ്ഞു കഴിഞ്ഞു. പല ആളുകളും ഡ്രീം ചെയ്തു, അതിനുവേണ്ടി അവര് പരിശ്രമിച്ചു, അതിനുവേണ്ടി അവര് എഡ്യൂക്കേഷൻ എടുത്തു, അതിനുവേണ്ടി അവര് പല മേഖലയിലേക്ക് സഞ്ചരിച്ചു, അല്ലെ? അതിനുശേഷമാണ് അവരൊക്കെ റിച്ച് ആയിട്ടുള്ളത്. അങ്ങനെ പലരെയും നിങ്ങൾ ഇന്ന് റിച്ച് ആയിട്ടുള്ള പല ആളുകളെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മരുഭൂമിയിൽ പോയിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും, ഇനി യൂറോപ്യൻ സൈഡിലേക്ക് പോയിട്ടാണെങ്കിൽ അല്ലാതെയും, ഇവരൊക്കെ വളരെ ത്യാഗം ചെയ്തുകൊണ്ടാണ് റിച്ച് ആയിട്ടുള്ളത്. ഇവിടെ ഇത്രയൊന്നും വലിയ ത്യാഗമൊന്നും ഇല്ല. നമുക്ക് ഇത്ര വലിയ ത്യാഗം ഉണ്ടോ? നമുക്ക് മരുഭൂമി പോയി കിടക്കേണ്ട ത്യാഗം ഉണ്ടോ?
നമുക്ക് കുടുംബത്തിനെ വിട്ടിട്ട് പോകേണ്ട ത്യാഗമുണ്ടോ? നമുക്ക് 2 വർഷം കൂടുമ്പോ വന്ന് എന്നിട്ട് വീണ്ടും പോയി എന്നിട്ട് കുടുംബത്തിനെ വിട്ടുപോകേണ്ട ത്യാഗമുണ്ടോ? ഇല്ല, അങ്ങനത്തെ ത്യാഗമൊന്നുമില്ല. നമുക്ക് നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്ന് താൽക്കാലികമായിട്ട് ചിലപ്പോ 1, 2, 3 അല്ല ഒരാഴ്ച മാറി നിൽക്കേണ്ടി വരും, അല്ലേ? നമ്മളുടെ ബിസിനസ് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി. അതില്ലാതെ കണ്ട് നമ്മളെ കംഫർട്ട് സോണിൽ തന്നെ നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് കിട്ടും ബിസിനസ്. പക്ഷേ അത് നമ്മളുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. ഇപ്പോ നമ്മൾ നോക്കുക, നമ്മളുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാർ കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം റൺ ചെയ്യാണ്, അല്ലെ? അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇന്ന് വേണമെങ്കിൽ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അദ്ദേഹത്തിന് വരുമാനം വാങ്ങിക്കാൻ പറ്റും, അല്ലേ? കാരണം അത്രയും ആളുകൾ ഇന്ന് അദ്ദേഹത്തിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തവരുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു റിച്ചാണ്, എന്റെ ആ ഭാഷയിൽ പറഞ്ഞ ഒരു റിച്ചാണ്. അദ്ദേഹം എന്റെ അടുക്കലേക്ക് വരുന്ന സമയത്ത്, എന്റെ ഓഫീസിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ID ഓപ്പൺ ആക്കിയിട്ട് എനിക്ക് കാണിച്ചു തന്നപ്പോൾ അദ്ദേഹത്തിന്റെ ടോട്ടൽ ഇൻകം 2,40,000 രൂപയായിരുന്നു. അന്ന് അദ്ദേഹം ഈ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അദ്ദേഹം ഏതാണ്ട് ഒരു 3 മാസം അത്രയും ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഞാൻ 22 സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു, അദ്ദേഹം 21 ലാസ്റ്റ് ചെയ്തു. അപ്പൊ അവിടുന്ന് 10 മാസം കഴിഞ്ഞപ്പോ അന്നേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ 1 കൊല്ലം കൊണ്ട് 1 കോടി ഞാൻ വാങ്ങിക്കുന്നു. അദ്ദേഹം പല മീറ്റിങ്ങുകളിലും പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് 1 കൊല്ലം ആവശ്യം വന്നില്ല. അദ്ദേഹം തെക്ക് വടക്ക് റൺ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് 10 മാസം കൊണ്ട് എന്ത് കിട്ടി? 1 കോടി രൂപ ഇൻകം കിട്ടി. അദ്ദേഹത്തിന്റെ സ്കില്ല് അദ്ദേഹം ഉപയോഗിച്ചു. അദ്ദേഹം അതിനു വേണ്ടി ത്യാഗത്തോടു കൂടി അദ്ദേഹം അതിനു വേണ്ടി പരിശ്രമിച്ചു. അദ്ദേഹം കൂട് വിട്ട് വീട് വിട്ട് അദ്ദേഹം യാത്ര ചെയ്തു. ആ പറഞ്ഞതിനേക്കാൾ ബിഫോർ 2 മാസം മുമ്പേ അദ്ദേഹം ആ അച്ചീവ്മെന്റിലേക്ക് എത്തിയ സൗത്ത് ഇന്ത്യയിലുള്ള ആദ്യത്തെ കോടീശ്വരനാണ് ആര്? നമ്മളുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാർ. ഇത് നമുക്കും ആവാം. പക്ഷെ ഞാനടക്കം ഞാനടക്കം ഒന്ന് സ്റ്റെപ്പ് മാറി ഒന്ന് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോൾ എന്റെ ട്രഡീഷണൽ ബിസിനസ്സിൽ ഓൾറെഡി അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ ബിസിനസ് ഒക്കെ ഉള്ളതുപോലെ കുറവ് അത്രയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ജീവിക്കാനുള്ള ആ മാർഗത്തിനുള്ള ബിസിനസ് ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചിട്ട് നടക്കുന്നുണ്ട്. എന്റെ കർണാടകയിലുള്ള ബിസിനസ് ആയാലും അതും കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ ഇവിടെ ഞാൻ ഇത് അസോസിയേറ്റ് ചെയ്തത് ഈ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതായ ഈ ഒരു നമുക്ക് റോയൽറ്റി പോലെ ഇൻകം കിട്ടാനുള്ള ഒരു സോഴ്സ് അത് MLM-ലാണ്. അല്ലെങ്കിൽ എന്താവും, ഞാൻ എപ്പോഴാണോ ആ ബിസിനസ് ട്രഡീഷണൽ ബൈൻഡപ്പ് ചെയ്യുന്ന അന്നോട്ടോടുകൂടി എന്റെ വരുമാനം അവിടെ സ്റ്റോപ്പായി. പിന്നെ ആരെങ്കിലും തരുമോ? ഏതെങ്കിലും നമ്മൾ പ്രോഡക്റ്റ് എടുത്തിരിക്കുന്ന ചൈനക്കാരനോ അല്ലെങ്കിൽ ഡൽഹിയിലുള്ള കമ്പനിക്കാരനോ ആരെങ്കിലും നമുക്ക് വരുമാനം തരുമോ? നീ ഇത്രയും കാലം ബിസിനസ് ചെയ്തല്ലോ, 10-30 വർഷം ബിസിനസ് ചെയ്തല്ലോ, അതുകൊണ്ട് റോയൽറ്റി ആയിട്ട് ഇൻകം തരാം. ഇവിടെ നമുക്ക് തരുന്നത് കമ്പനി നമുക്ക് നമ്മളുടെ അസോസിയേറ്റ് ചെയ്ത ആളുകൾ എന്തായാലും പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ ഈ കമ്പനി അത്രയും ക്രെഡിബിലിറ്റി ഉള്ള കമ്പനിയാണ്. അതാണ് ഞാൻ തെരഞ്ഞെടുത്തത്. കാരണം MLM എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമ്പനികൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ കമ്പനിയെ കുറിച്ച് നോക്കണം, കമ്പനിന്റെ അസറ്റ് എന്താണെന്ന് നോക്കണം, കമ്പനിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് നോക്കണം, കമ്പനി സത്യസന്ധമായ രീതിയിലാണോ മുന്നോട്ട് പോകുന്നതെന്ന് നോക്കണം. അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ മാത്രമേ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ പറ്റൂ. അങ്ങനെയുള്ള ഒരു കമ്പനി ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നതും. അങ്ങനെ മനോജ് സാർ പറഞ്ഞു നമുക്കൊന്ന് MD ഒക്കെ പോയി മീറ്റ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞപ്പം ഞാൻ തയ്യാറായതും. അങ്ങനെ ബോംബെയിൽ പോയി അങ്ങനെ നമ്മളുടെ ഗ്രേറ്റ് CMD സാഗർ ജോഷി സാറിനെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തതും അദ്ദേഹവുമായിട്ട് ഹഗ് ചെയ്തതും ഒക്കെ ഈ ഒരു കമ്പനി ആയതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഓഫീസ് കാണാൻ സാധിച്ചതും, അദ്ദേഹത്തിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ കാണാൻ സാധിച്ചതും, അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസ് കാണാൻ സാധിച്ചതും ഒക്കെ ഇതൊക്കെ എല്ലാവരും കാണണമെന്നാണ്. ഇതിൽ കണ്ടവര് ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ ജനാർദ്ദ സാറ് അതുപോലെ തന്നെ പലരും ഇതിൽ പോയി കണ്ടവരുണ്ട്. ഇത് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയേണ്ടതില്ല. കാരണം അപ്പോഴാണ് നമ്മളുടെ കമ്പനി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക.
ഇപ്പൊ നമ്മള് എന്തോ സ്വപ്നം കണ്ട് ഇതെവിടുന്നോ വരുന്ന് എന്തോ വിൽക്കുന്നു എന്തോ ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മളുടെ ഓൺ കമ്പനി എന്താണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളൊരു യാത്ര ബോംബെ വരെ ചെയ്യണം. നമ്മൾ അങ്ങ് അമേരിക്കയിലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. മറ്റു പല കമ്പനികൾ എന്ന് പറഞ്ഞാൽ വിദേശത്ത് നിന്ന് വന്ന കമ്പനികളാണ്. അവിടെ എത്താൻ മറ്റുള്ളവർക്ക് പ്രയാസമാണ്. ഇത് നമ്മളുടെ ഒരു 24 hours ഉള്ളിൽ യാത്ര ചെയ്തെത്താൻ പറ്റുന്ന ഒരു കമ്പനി ആയിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മസ്റ്റായിട്ട് കമ്പനി വിസിറ്റ് ചെയ്യണം. അതിനുള്ള സൗകര്യങ്ങൾ മനോജ് സാർ ഒരുക്കി തരുന്നുണ്ട്. മനോജ് സാർ പലതവണ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കമ്പനിയും കൂടി കണ്ടപ്പോ, കമ്പനിൻ്റെതായ സെറ്റപ്പും കൂടി കണ്ടപ്പോ ഇനി ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറി നിന്നാൽ നമ്മൾക്ക് പകരം ദൈവം തമ്പുരാൻ വേറൊരാളാണ് പോസ്റ്റ് ചെയ്യട്ടെ. പക്ഷെ നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. നമ്മൾ മാറി നിന്നാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നല്ലൊരു ശുഭമുഹൂർത്തം എന്ന് പറയുന്നത് പോലെ നല്ലൊരു അവസരമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. കാരണം നമ്മൾ ഇവിടെ ആരെയും ചീറ്റ് ചെയ്യുന്നില്ല. ആരുടെയും ഒരു ഫണ്ട് വാങ്ങിയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണ്? സത്യസന്ധമായ രീതിയിലുള്ള പ്രോഡക്റ്റ് സോഫ്റ്റ്വെയർ ഉള്ള കമ്പനീന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ മാത്രമാണ് നമ്മൾ. നമ്മൾ ആകെ ചെയ്തു കൊടുക്കുന്നത് എന്താണ്? നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു കൊടുക്കാനുള്ള ഈ അസോസിയേറ്റിന് വേണ്ടിയിട്ടുള്ള എക്സിസ്റ്റിംഗ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള നമ്മൾ അവർക്ക് ID കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു ചില്ലറ കാശാണോ നമുക്ക് കമ്പനി തരുന്നത്? നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. ഫാമിലി ബോണസ് ഉണ്ട്, അവയർനെസ് ബോണസ് ഉണ്ട്. അവയർനെസ് ബോണസ്, ഫാമിലി ബോണസും മാത്രം മതി നമ്മളുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ. പിന്നെ അതോടൊപ്പം തന്നെ ഇന്ന് കമ്പനി പല പല ബോണസുകളും തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത്രയും നല്ലൊരു കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്തവരും അക്കരെ പച്ച കാണുന്നവര് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മനോജ് സാറൊക്കെ പറയുന്ന പേരാണ് മങ്കി സിൻഡ്രോം. അക്കരെ പച്ച കാണുന്നവര് ചാടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ചാടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലീഗാലിറ്റി ഉള്ള ഒരു കമ്പനി ആയിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കമ്പനി ഇന്ന് വരെ ഒരു പേ ഔട്ടും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടോ ഇല്ല. കാരണം അന്നന്ന് അധ്വാനിച്ചവന്റെ വേർപ്പ് ഉണങ്ങുന്നതിന് മുമ്പേ തന്നെ അതിന്റെ വേതനം കൊടുത്തിരിക്കണം എന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു റൂൾസ് പാലിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു MLM കമ്പനി മാത്രം എന്റെ അറിവില്, ഞാൻ മറ്റു കമ്പനികളെ കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല, എന്നാലും എന്റെ അറിവില് ഈ ബയോട്ടോറി എന്ന് പറയുന്ന ഒരു കമ്പനി മാത്രമേ എന്റെ അറിവില് അധ്വാനിച്ചവന്റെ വേർപ്പ് ഉണങ്ങുന്നതിന് മുമ്പേ എന്താ ചെയ്യുന്നുണ്ട്? ഡോക്ടർ സാഗർ ജോഷി സാറ് അവരുടെ ID-യിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുന്നുണ്ട്. മൂന്നാമത്തെ ദിവസം RBIന്റെ റൂൾസ് പ്രകാരം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആ പേ ഔട്ട് നമ്മളെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് ദൈവം തമ്പുരാൻ സംവിധാനിച്ചു വെച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ 2 കിഴക്കിന്റെയും 2 പടിഞ്ഞാറിന്റെയും ഉടമസ്ഥനായ ദൈവം തമ്പുരാൻ സംവിധാനിച്ചു വെച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ ഈ നിയോഡൈമിയം എന്ന് പറയുന്ന ബയോമാഗ്നറ്റ് നമ്മളുടെ ശരീരത്തിന് ആരോഗ്യപ്രദമാക്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ സാഗർ ജോഷി സാറിന്റെ ബ്രെയിനിൽ ഇട്ടുകൊടുത്തിരിക്കുന്നതായ, ബുദ്ധിയിൽ ഇട്ടുകൊടുത്തിരിക്കുന്നതായ ഒരു മഹത്തായ കാര്യമാണ് നമ്മളുടെ ഈ പ്രോഡക്റ്റ്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറയേണ്ടതില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മിനീഷ് സാറും നമ്മളുടെ ഡോക്ടർ രാജു സാറും അതേപോലെ തന്നെ അഭിലാഷ് സാറും അതേപോലെ തന്നെ പലരും അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സംശയിച്ചേക്കാം 2 കിഴക്കും 2 പടിഞ്ഞാറും പറഞ്ഞത് എന്താണ്. 2 കിഴക്കും 2 പടിഞ്ഞാറും എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറിൽ ഈ ഗ്ലോബ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 2 കിഴക്കും 2 പടിഞ്ഞാറും ആണ് വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറ് US പോലത്തെ സ്ഥലങ്ങളാണ്. US-കാർക്ക് പടിഞ്ഞാറ് ഇന്തോനേഷ്യ പോലത്തെ സ്ഥലങ്ങളാണ്. അതൊന്ന് ആലോചിച്ചാൽ അത് പിന്നെ സയന്റിഫിക്കലായിട്ട് പിന്നീട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇതിന്റെ ഇടയിലാണ് നമുക്ക് നമ്മളുടെ ജീവിതം നയിക്കുന്നത്. നമ്മളുടെ ഈ ഭൂമിയുടെ പുറംതൊലിക്ക് മുകളിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സെക്കൻഡിൽ 25 ലക്ഷം
ബ്ലഡ് സെൽസുകൾ പുനർനിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദൈവം തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചിട്ട് അങ്ങ് വിട്ടേക്കല്ലേ ചെയ്തത്. ദൈവം തമ്പുരാൻ എന്താണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്? വീണ്ടും വീണ്ടും നമ്മളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾക്ക് ഒരു സെക്കൻഡിൽ 25 lakhs 25 ലക്ഷം ബ്ലഡ് സെൽസുകൾ പുനർനിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പുനർനിർമ്മിക്കുന്ന ബ്ലഡ് സെൽസുകളിലേക്ക് വേണ്ടുന്നതായ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, പ്രോട്ടീന്, ഓക്സിജൻ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഗ്രേറ്റ് ലീഡർ നമ്മളുടെ ഡോക്ടർ സാഗർ ജോഷി സാർ നമ്മളോട് ഈ വെള്ളം കുടിക്കാൻ പറയുന്നത്, അൾട്രാ ബറി ഉപയോഗിക്കാനും പറയുന്നത്, മോർ പവർ ഉപയോഗിക്കാൻ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ രാത്രിയിൽ പോയിട്ട് കിടക്കുമ്പോൾ മാഗ്നറ്റ് ഭൂമിയായിട്ട് ടച്ചുള്ള രീതിയിൽ കിടക്കാൻ വേണ്ടി പറയുന്നത്, നിങ്ങളുടെ ഇന്ന് കാണുന്ന ഹൈലി റേഡിയേഷനിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റ് ബാൻഡ് 24 hours നമ്മളോട് ധരിക്കാൻ വേണ്ടി പറയുന്നത്. ഇതിനൊക്കെ നമ്മളുടെ ആരോഗ്യത്തെ നിലനിർത്തിയിട്ട് ആയുഷ്കാലം എത്രയാണോ ദൈവം തമ്പുരാൻ കണക്കാക്കിയിരിക്കുന്നത് അത്രയും കാലം ആരോഗ്യത്തോടുകൂടി ജീവിക്കാമല്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ഞാൻ പലരോടും പറയാറുണ്ട്, ഇനി ആംബുലൻസിന് പോകാനായിട്ട് ഇതേ പോക്ക് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് സർക്കാർ റോഡ് ഉണ്ടാക്കേണ്ടി വരും. കാരണം അത്രയും ആംബുലൻസുകളാണ് ഇന്ന് തെക്കും വടക്കും ഓടിക്കൊണ്ടേയിരിക്കുന്നത്. പണ്ടൊന്നും ഇത്രയൊന്നും ആംബുലൻസ് ഓടുന്നത് കാണാറുണ്ടായി. എന്താണ് ആരോഗ്യ മേഖല അത്രയും പ്രയാസകരമായി കൊണ്ടേയിരിക്കുകയാണ്. ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു കൊടുത്താലും തീരില്ല. വീണ്ടും കടവും വാങ്ങിച്ച് ലോൺ എടുത്ത് കടക്കാരനായി പിന്നെ നാട്ടുകാരുടെ സഹായം തേടി ഇങ്ങനെ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയുന്നവര് തന്നെ എന്റെ പ്രദേശത്തോ എന്റെ ചുറ്റുവട്ടത്തും ഉണ്ട്. മലബാർ ക്യാൻസർ സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം സർക്കാർ ഇവിടെ തലശ്ശേരി കോടിയേരിയിൽ ഉണ്ടാക്കിയ സമയത്ത് അവിടെ ഒരു 25 വർഷം മുമ്പ് ഞാൻ എന്റെ കുടുംബത്തിലുള്ള ഒരാൾ അവിടെ അഡ്മിറ്റ് ആയപ്പോൾ കാണാൻ പോയപ്പോൾ ഒരു വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ അന്ന് അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സെക്യൂരിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ പ്രത്യേകിച്ച് OP കളൊന്നുമില്ല. എല്ലാവർക്കും വേണ്ടുന്ന ഒരു 2-3 ഡോക്ടേഴ്സ് ഇരുന്നിട്ടുള്ള OP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അന്ന് നിർമ്മിച്ച കെട്ടിടം പോരായിട്ട് അതുപോലത്തെ ഒരു 4 കെട്ടിടം ഇടതും വലതും ഒക്കെ ആയിട്ട് വന്നു. അതോടൊപ്പം ഏതാണ്ട് ഞാൻ എണ്ണി നോക്കുമ്പോൾ 50ഓളം OP ഇന്നുണ്ട്. 50ഓളം OP. ഇത് നമ്മളുടെ പുരോഗമനാണോ അധോഗതിയാണോ? കാരണം ഇത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഏറ്റവും എന്താ പറയേണ്ട വളരെ 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 ബാക്കാണ് നമ്മളുടെ അവസ്ഥ. കാരണം ഇന്ന് അവിടെ OP ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ മാസങ്ങൾ കാത്തിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ്. ഞാൻ ഈ അടുത്തായിട്ട് ഒരാൾക്ക് ഒരു പെറ്റ് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പം അതിന് വേണ്ടിയിട്ട് ഡേറ്റ് കൊടുത്തത് അവര് 2 മാസം കഴിഞ്ഞിട്ടാണ് കൊടുത്തത്. 2 മാസം കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ പറ്റൂ. അത്ര വരെ ക്യൂ ആണ് അവിടെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും എന്താണ് ആരോഗ്യ മേഖലയിലുള്ള അവസ്ഥ എന്നുള്ളത്. ഇന്ന് ഇതിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കേണ്ടത്, എന്റെ സ്വന്തം ശരീരത്തെ സംരക്ഷിക്കേണ്ടത്, ഈ സൂമിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ശരീരം സ്വന്തമായിട്ട് സംരക്ഷിക്കേണ്ടിരിക്കുന്നത് അത് ഈ സർക്കാരിന്റെ ജോലിയോ അല്ലെങ്കിൽ വേറെ ആരോഗ്യ മേഖലയിലുള്ള ഡോക്ടർമാരുടെ ജോലിയോ ഒന്നുമല്ല. അത് നമ്മളുടെ സ്വന്തം ജോലിയാണ്. അതിനുവേണ്ടിയാണ് ഇത്രയും മഹത്തായ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് തന്നതും ഡോക്ടർ സാഗർ ജോഷി സാർ ഇനിയും ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിയർലി അത് മനോജ് സാർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും, അത് ഉറപ്പാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ എനിക്ക് ആരോഗ്യത്തിന് എന്തെങ്കിലും ഒരു ഡിസോർഡറോ ഡിസീസോ ഉണ്ടായാൽ അത് എന്റെ ഭാര്യയ്ക്ക് എനിക്ക് തരാൻ പറ്റില്ല, എന്റെ മാതാപിതാക്കൾക്കോ തരാൻ പറ്റില്ല, എന്റെ ജ്യേഷ്ഠാഞ്ചന്മാർക്കോ തരാൻ പറ്റില്ല. അത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഇതേപോലെയാണ് തിരിച്ചും കുടുംബത്തിൽ ആർക്കെങ്കിലും അനാരോഗ്യമാകുമ്പോൾ നമുക്ക് ആരോഗ്യം കടം കൊടുക്കാനൊന്നും പറ്റില്ല, കാശ് കടം കൊടുക്കാനേ പറ്റൂ. അപ്പൊ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് നിർമ്മിച്ചെടുക്കേണ്ടതാണ്. അത് വേറെ ആർക്കുമല്ല. ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, കരയിലും കടലിലും നിങ്ങളുടെ കരങ്ങളുടെ എന്താ പറയണ്ട പ്രവർത്തനം കൊണ്ടാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ന് ഭൂമിയിൽ പല കാര്യങ്ങളും കെമിക്കലൈസ് ചെയ്തു, അതോടൊപ്പം നമ്മൾ ഡിസോർഡറായി.
നമ്മുടെ ജീവിതശൈലി മാറി ഡിസോർഡറായി. അതിൽ നിന്ന് റിവേഴ്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു അവസരം നമുക്ക് ഡോക്ടർ സാഗർ ജോഷി തന്നിട്ടുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻസി ആയിട്ട് അത് നമ്മൾ ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കുകയും അതോടൊപ്പം തന്നെ ഇതിൽ ആരാണോ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അവര് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ രണ്ട് കാര്യത്തിലും വിജയം ഉറപ്പാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തിലും വിജയം ഉറപ്പാണ്. അതോടൊപ്പം വെൽത്തിന്റെ കാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലും വിജയം ഉറപ്പാണ്. കാരണം ഇവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല. ട്രഡീഷണൽ ബിസിനസ്സിൽ ഒരുപാട് നഷ്ടപ്പെടാനുണ്ട്. കാരണം അവിടെ ഡെസ്ക്ടോക്ക് ആയി കഴിഞ്ഞാൽ അത് നഷ്ടമാണ്. ബിസിനസ് നടന്നിട്ടില്ലെങ്കിൽ നഷ്ടമാണ്. സാലറി പോലെ കൊടുക്കേണ്ടി വരും. റെന്റ് ബിൽഡിംഗ് ആണെങ്കിൽ റെന്റ് കൊടുക്കേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടി വരും. ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, പലരും ഇത് കുറച്ച് നാളുകൾ നോക്കും, പിന്നെ അവരങ്ങ് വിട്ടുപോകും. ഇതിൽ എന്താണ് അവർക്ക് നഷ്ടപ്പെടാനുള്ളത്? അവർക്ക് നഷ്ടപ്പെടാൻ എന്താണുള്ളത്? അവർക്ക് ചിലപ്പോൾ ഒരു പാല് 100 ഡിഗ്രിയിൽ തിളച്ചു വന്നാലല്ലേ അത് അതിൻ്റെതായ പൂർണ്ണതയിലേക്ക് എത്തുമല്ലേ. ചിലര് 80ാമത്തേലേക്ക് എത്തുമ്പോൾ ഓഫാക്കിയിട്ട് അങ്ങ് പോകും. പിന്നെ ഇത് തിളക്കുവോ? ഇല്ലല്ലോ. ചിലപ്പോ വർക്ക് ചെയ്ത് ഏതാണ്ട് ഒരു രൂപത്തിലേക്ക് എത്തുമ്പോൾ ആരെങ്കിലും വന്നിട്ട് പറയും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തോന്ന് പറയും. അപ്പൊ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതോടൊപ്പം എന്താവും? അവന്റെ കുത്തുപാളാവൻ എടുക്കും. ഇന്നലെ എനിക്കൊരു വിവരം അറിയാൻ പറ്റി. കണ്ണൂർ ബേസ് ചെയ്തിട്ട് നമ്മളൊക്കെ കൂടെ ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. അദ്ദേഹം ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരുടെ കൂടെ അസോസിയേറ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം അതിന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ബിഗിനിങ്ങിലായതുകൊണ്ട് അദ്ദേഹത്തിന് തലപ്പത്ത് തന്നെ അതിൻ്റെതായ ഒരു ഐഡിയ കിട്ടി. അങ്ങനെ അദ്ദേഹം ആർക്കൊക്കെയോ പിന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. ഇപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ സമാധാനം നമ്മൾ കെടുത്തണോ? നമുക്ക് കഞ്ഞിയാണ് കുടിച്ചതെങ്കിലും നമുക്ക് മറ്റൊരാളുമായിട്ട് ലാബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് സമാധാനത്തോടു കൂടി കിടന്നുറങ്ങിക്കൂടെ? ഇന്ന് പലരും എന്താ പറയണ്ട, നാട് വിടേണ്ടി വരുന്നു, വീട് വിടേണ്ടി വരുന്നു. എന്തുകൊണ്ട് വിടേണ്ടി വരുന്നു? കാരണം അപ്പുറം ഇപ്പുറം ചിന്തിക്കാതെ കണ്ട് ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടോ? അതിന് എന്തായാലും 1 വെച്ചാൽ 10, 10 വെച്ചാൽ 100, 100 വെച്ചാൽ 1000, 1000 വെച്ചാൽ ലക്ഷം, ലക്ഷം വെച്ചാൽ കോടി എന്നൊക്കെ പറയുന്ന മനോജ് സാറ് പറയുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞു വരുന്ന പല ആലങ്കാരികമായിട്ട്, അതായത് മോഹ വാഗ്ദാനങ്ങൾ നൽകിയും കൊണ്ടുവരുന്ന പലരും ഉണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ ആകർഷിച്ച് വീണുപോകും. പക്ഷെ നമുക്ക് ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട് എന്ത് ചെയ്ത് തലയിൽ അല്ലെ ബുദ്ധി ആലോചിക്കാൻ വേണ്ടി. ഈ ഒരാൾക്ക് ഇത്രയും പ്രോഫിറ്റ് എടുത്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇതൊന്നും ചിന്തിക്കൂല ആൾക്കാർ. എളുപ്പത്തിൽ എങ്ങനെയാണോ പൈസ ഉണ്ടാക്കാനുള്ള വഴിയാണ് നോക്കുക. പക്ഷെ പോയിട്ട് വീഴുന്നത് പടുകുഴിയിലാണ്. പിന്നെ അത് നിവരാൻ പറ്റുന്നില്ല. നിവരാൻ പറ്റണമെങ്കിൽ ബയോട്ടോറിയം തുടങ്ങിയിട്ട് ഡെയിലി പേയ്മെന്റ് വാങ്ങിയിട്ട് എന്ത് ചെയ്യണം? അത് കടം വീഴേണ്ടി വരും. ആ ഒരു അവസരം ആണ് ഇവിടെ ഉള്ളത്. പക്ഷേ എന്നാലും ആളുകളുടെ ഈ മുന്നിൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് നഷ്ടപ്പെട്ടു. ഫേസ് വാല്യൂ വലിയൊരു ക്രെഡിബിലിറ്റിയാണ് അല്ലെ? ഫേസ് വാല്യൂ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു എൻട്രി കിട്ടും. നമ്മളൊരു വീട്ടിലേക്ക് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ നമ്മളെ ഫേസ് വാല്യൂ എന്തായിരിക്കണം? നമ്മളെ കുറിച്ച് അവർ പഠിക്കൂലേ? ഇവൻ ആരാണ്, ഇവൻ എന്താണ്, ഇവൻ എങ്ങനെയാണ് അല്ലേ? അപ്പൊ നമ്മളത് നിലനിർത്തിക്കൊണ്ട് പോണ്ടേ? സത്യസന്ധത. നമ്മൾ എന്തെങ്കിലും എന്റെ വാക്കുകളിൽ എന്റെ സംസാരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിനം വരട്ടെ, നല്ലൊരു ഉയർച്ചയിലേക്ക് എത്തട്ടെ. നന്നായിട്ട് നമ്മൾ എല്ലാവർക്കും നമ്മളുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ, നമ്മളുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓക്കെ, വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. അപ്പോ എല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ എനിക്ക് ഒന്ന് സൂചിപ്പിക്കാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷന്റെ റിസൾട്ട് ആണ്. എല്ലാവർക്കും ഇതില് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുണ്ടാവും, അല്ലാത്ത ആളുണ്ടാവും. ഇതില് ഒരു രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാത്ത ആളുണ്ടാവും. അങ്ങനെയൊക്കെ പല വ്യത്യസ്തമായ ആൾക്കാരുണ്ടാവും. ഞാൻ ഇതിലൊന്നും പെടാത്ത ഒരാളാണ്. അപ്പോ
എന്നെ സംബന്ധിച്ച് റിസൾട്ട് പിന്നെ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ പണിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ എന്ന ചിന്താഗതിയുള്ള ഒരാളാണ് ഞാൻ. ഇപ്പൊ അടുത്ത കാലത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളുണ്ട്. അത് നമ്മൾക്ക് പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളും ഒക്കെ സാറ് ഇവിടെ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കൺസെപ്റ്റിൽ നമ്മൾ ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഐഡിയ അടിക്കാനും അത് പർച്ചേസ് ചെയ്യാനും അത് സ്വന്തമായിട്ട് ആക്ടിവേഷൻ ആക്കാനും നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ള ഒരു സത്യമാണ്. കാരണം അങ്ങനെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുമ്പോട്ട് പോകാൻ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവും. കാരണം നമ്മൾ വേറൊരാളെ ആശ്രയിക്കേണ്ടി വരും. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ മനോജ് സാറും ഷാഹിദ് സാറൊക്കെ ഒരു സമയത്ത് നമുക്ക് വീഡിയോ ഇട്ട് തന്നിട്ടാണ് ഞാനൊക്കെ ഈ കുറെ പിന്നെടുക്കാനും പിന്നെ കമ്പനിയിലേക്ക് പൈസ അയക്കാനും ഒക്കെ പഠിച്ചിരുന്നത്. അപ്പോ ഇത് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളത് എന്റെ അന്നത്തെ ഒരു തീരുമാനമായിരുന്നു. കാരണം ഞാൻ വേറൊരാളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോ എന്റെ ലീഡർ ഇപ്പൊ പിന്നെ മമ്മാലി സാറാണ്. അപ്പോ സാറിനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നതിൽ എനിക്ക് ഒരു പരിമിതി ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ പഠിക്കാൻ തയ്യാറായി. അവിടെയാണ് കാരണം സാറിന് ഇപ്പോ സാറിന്റെ ടീമിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. ആ ആൾക്കാരെ ഒക്കെ അദ്ദേഹം കവർ ചെയ്യണം. അപ്പൊ അതില് സാറിന് പരമാവധി എങ്ങനെ ബുദ്ധിമുട്ടിക്കാതിരിക്കും എന്നാണ് ഞാൻ ആലോചിച്ച കാര്യം. ഞാൻ പൊതുവെ കാര്യത്തിൽ അങ്ങനെയാണ്, വേറൊരാളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ വളരെ പിന്നെ എന്താ പറയാ വ്യാകുലനാകുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കാൻ തയ്യാറായി. അപ്പൊ അതുപോലെ തന്നെ എല്ലാവരും അത് ഒന്ന് തയ്യാറാവണം എന്നാണ് ആദ്യത്തെ. രണ്ടാമത്തെ കാര്യം സാറ് പറഞ്ഞ പോലെ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് നമ്മളെ കയ്യിലെത്തിയിട്ടുള്ളത്. ഇത് ഇന്ന് ഈ കാലഘട്ടത്തിൽ സാറ് പറഞ്ഞ 25 വർഷം മുന്നേ തലശ്ശേരി ഈ ക്യാൻസർ സെന്ററിൽ പോകുന്ന സമയത്ത് ഉണ്ടായ അനുഭവം ഇപ്പോഴുള്ള അനുഭവം, ഈ അനുഭവം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പ്രോഡക്റ്റ് നമുക്ക് വളരെ മനോഹരമായിട്ട് ഏതൊരാൾക്കും കൊടുക്കാൻ പറ്റും. പക്ഷെ എന്താണ് പ്രശ്നം? ഞാൻ ഇന്ന് അതാണ് അവിടെ പഞ്ചായത്ത് പിന്നെ നമ്മൾ റിസൾട്ടിന്റെ ആയിട്ട് കൂട്ടിച്ചേർക്കാൻ പറഞ്ഞത്. നമ്മൾ ഇന്ന് രാവിലെ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർ രാവിലെ ആവേശത്തോടെ ഇറങ്ങും. വളരെ ആവേശമായിരിക്കും. ചിലപ്പോ പടക്കം വരെ വാങ്ങി വെച്ച ആൾ ഈ കൂടുതലുണ്ടാവും. അപ്പോ ഇത് കാണിക്കുന്ന ആ ആവേശത്തിന്റെ 1% നമ്മൾ ഈ ബയോഡോസിൽ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് വേണ്ടാത്തതിനാണ് കൂടുതൽ താല്പര്യം, വേണ്ടുന്നതിന് നമ്മൾ താല്പര്യം എടുക്കുന്നില്ല എന്നില്ല. അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഞാൻ എടുത്തു പറയുന്ന കാര്യമൊന്നും അല്ല. പക്ഷെ അവൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്ത് പിന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മളൊരു ഡോളി ചായ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡോളി ചായ എന്ന് പറഞ്ഞാൽ സുനിൽ പട്ടേൽ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ രാജാവായിട്ടുള്ള ബിൽ ഗേറ്റ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയാണ് ചായ കുടിക്കാൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ബിൽ ഗേറ്റ് എന്ന് പറഞ്ഞ ആള്. അദ്ദേഹമാണ് ഈ സുനിൽ പട്ടേൽ എന്ന് പറഞ്ഞ വ്യക്തി നിനക്ക് ചായ കുടിക്കാൻ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് തലവര മാറിപ്പോയി എന്നുള്ളത്. കാരണം അയാൾ ഇന്ന് കോടീശ്വരനാണ്. അപ്പോ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കുന്നത്, നമ്മൾ അറിയാതെ വിജയിക്കുന്നത് കാണാൻ പറ്റും. അപ്പോ ഇത് ഞാൻ പറയുന്നുണ്ട്, കാരണം കൂടുതൽ പറയുന്നില്ല. ഇതെല്ലാം ഒരുപാട് അറിയുന്ന ആൾക്കാരുടെ എല്ലാം 100% അറിയുന്ന ആൾക്കാരാണ് ഇരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഏറ്റവും നല്ല നമ്മളെ കേരളത്തിലേക്ക് നമ്മളെ ഈ പ്രോഡക്റ്റിനെ എത്തിച്ചതും ഇപ്പൊ ഓരോ ആൾക്കാരും ഇന്ന് ശരിക്കും പറഞ്ഞാല് ജീവിതം തന്നെ കരപിടിപ്പിച്ച നമ്മളെ പിന്നെ പത്തനംതിട്ടയിലെ രാജു ഡോക്ടറെ പോലുള്ള ആള് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം രാവിലെ തന്നെ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല, അന്ത്യകുദാശ വരെ പിന്നെ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു 35-40 വയസ്സുള്ള ചെറുപ്പക്കാർ ഓടുന്ന അതേ രീതിയിൽ അദ്ദേഹം ഓടുന്നുണ്ട്. അത് ഓടാനുള്ള കാരണം ഉണ്ടായത് നമ്മളെ മനോജ് സാറ് ഈ കേരളത്തിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തിച്ചതുകൊണ്ടാണ്. അത് ഓരോ വ്യക്തികളിലേക്ക് എത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് നമ്മള് പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, മനോജ് സാറിനെ പോലുള്ള ആൾക്കാർ അന്ന് വളരെ റിസ്ക് എടുത്തിട്ട് കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയും നമുക്ക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളെ പോലും നമ്മൾ ഫോളോ അപ്പ് ചെയ്യാതെ നമ്മൾ ഇന്നും എന്ത് ചെയ്യുന്നത് വളരെ പിന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കൂടുതലേക്ക് പറയുന്നില്ല, കാരണം 6:85 അപ്പൊ ഞാൻ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാറിന് ഞാൻ ഓക്കെ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് വിജയത്തിന്റെ ദിവസമാണ്. ഇപ്പൊ എല്ലാവരും ടിവിയുടെ മുന്നിലാണ്, റിസൾട്ട് കാത്തിരിക്കുകയാണ്. മുഹമ്മദ് അലി സാർ പറഞ്ഞതൊക്കെ എല്ലാവർക്കും വിജയം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ മുഹമ്മദ് അലി സാറാണ് നമ്മോട് സംസാരിച്ചത്. അദ്ദേഹം ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിലും ബാംഗ്ലൂരും അതുപോലെ തന്നെ ഇമ്പോർട്ട് ലൈസൻസ് എടുത്ത് വിദേശങ്ങളിലേക്കൊക്കെ പല ഉൽപ്പന്നങ്ങളും
കയറ്റുമതിയൊക്കെ ചെയ്തിരുന്ന, ഇമ്പോർട്ട് ചെയ്തിരുന്ന, എക്സ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ കിട്ടിയ റിസൾട്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതാണ്. അതോടൊപ്പം അറിയാം, എപ്പോഴും നമ്മളൊരു ട്രഡീഷണൽ ബിസിനസ്സിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട്, അതിൻ്റെതായ ബാധ്യതകളുണ്ട്, അതിൻ്റെതായ ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്. എന്നാൽ ഡയറക്ട് സെല്ലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവിടെ ഹാപ്പിനെസ് ആണ്, സന്തോഷം, അല്ലെ, കൂടുതൽ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പ്, അംഗീകാരങ്ങൾ, അച്ചീവ്മെന്റ്സ്, റിവാർഡ്സുകൾ, അവാർഡ്സുകൾ, നല്ലൊരു കൂട്ടായ്മ, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത് തെരഞ്ഞെടുത്തത്. ഇന്ന് അദ്ദേഹം തന്റെ ട്രഡീഷണൽ ബിസിനസ് എല്ലാം തന്നെ മാനേജേഴ്സിനെ ഏൽപ്പിച്ച് അതിശക്തമായിട്ട് ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. വളരെ സജീവമായിട്ട് തുടക്കത്തിൽ തന്നെ പരിചയപ്പെടാനും അദ്ദേഹത്തോട് സൂചിപ്പിച്ചു, എനിക്ക് അദ്ദേഹത്തെ യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ സുഹൃത്താണ് എന്റെ നമ്പർ കൊടുത്തത്, അതിലൂടെ വരികയും പരിചയപ്പെടുകയൊക്കെ ചെയ്തു. എന്തായാലും ഇന്ന് വളരെ നല്ല രീതിയിൽ മലബാർ മേഖലകളിലും കർണാടകയിലും ഒക്കെ തന്നെ നല്ല ടീമിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് നമ്മുടെ മുഹമ്മദ് അലി സാറ്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കാനും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വൈഫിന്റെ റിസൾട്ട് ഇവിടെ പറഞ്ഞു. HB അക്കൗണ്ട് 10-ൽ താഴെ ഉണ്ടായിരുന്ന ഭയങ്കര വെല്ലുവിളി നേരിട്ടിരുന്നവര്, പക്ഷെ ഇപ്പോ നമ്മുടെ അൾട്രാബറി ജ്യൂസ് ഇപ്പൊ 7-8 മാസമായിട്ട് റെഗുലർ ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം HB അക്കൗണ്ട് 13-ലേക്ക് എത്തി എന്നുള്ളതാണ്. ഒരു മെഡിക്കൽ സയൻസിനും ആ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചില്ല. എത്രയോ മരുന്നുകൾ വർഷങ്ങളായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ആ കൗണ്ട് കൂട്ടാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷെ നമ്മുടെ നിസ്സാരമായ ഈ കാണുന്ന അൾട്രാബറി ജ്യൂസ് ഉപയോഗിച്ചപ്പോ അവർക്കുണ്ടായ റിസൾട്ടാണ് മാഡം സാർ ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക. ഞാനൊരു യാത്ര പുറപ്പെടാൻ വേണ്ടി പോവാണ്, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാ പ്രോഗ്രാം സെന്ററുകൾക്കും സജീവമാകുക. നാളെ 16-ാം തീയതി തൃശ്ശൂര്, 17-ാം തീയതി കോട്ടയം, 18-ാം തീയതി എറണാകുളം, അതേപോലെ തന്നെ കോഴിക്കോട്, പുറമേരി, തളിപ്പറമ്പ്, ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലും പ്രോഗ്രാം സെന്ററുകളുണ്ട്. എല്ലാവരും പ്രോഗ്രാം സെന്ററുകളിൽ സജീവമാകുക. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനും എത്തിക്കാനും നിങ്ങൾ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യാത്ര പുറപ്പെടുകയാണ്. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ജയ് ജയ് ഈ ബെറ്റർ.